സുഖമാണല്ലോ എല്ലാവർക്കും അല്ലേ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഹാഫ് സെക്ഷണൽ വ്യൂ എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുകയാണ്. ആ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഇത് എങ്ങനെ വരയ്ക്കാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡ്രോ ദ ലെഫ്റ്റ് ഹാഫ് സെക്ഷൻ എലിവേഷൻ ആൻഡ് പ്ലാൻ ഓഫ് ദ ഒബ്ജക്ട് ഷോൺ ഇൻ ഫിഗർ 2.14. അപ്പൊ ഈ ഒരു ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കി നോക്കുക. അപ്പൊ എങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാഫ് സെക്ഷനിൽ എലിവേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. ലെഫ്റ്റ് ഹാഫ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എടുത്തത്. ഇവിടെയല്ല ഫ്രണ്ട് വ്യൂ നോക്ക്, എവിടെയാണോ ആര കിടക്കുന്നത് അവിടെയാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അബദ്ധം പറ്റരുത്. നമ്മൾ ഇത് നോക്കാതെ വരച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഫ്രണ്ട് വ്യൂ ആയിട്ട് വരയ്ക്കും, ഇത് സൈഡ് വ്യൂ ആയിട്ട് വരയ്ക്കും. നമുക്ക് ചോദ്യത്തിന് നമുക്ക് എക്സാമിന് വരുന്ന സമയത്ത് നമുക്ക് അതിന് മാർക്ക് കിട്ടൂല. കാരണം എന്താ, ഫ്രണ്ട് വ്യൂ ഇവിടുന്ന് വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പൊ ചോദ്യത്തിന്റെ ഇത് പ്രകാരം നമ്മൾ ചെയ്തത് തെറ്റായിരിക്കും. നമുക്ക് കറക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ വരച്ച സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതിന്റെ ഒറ്റ കാരണത്തിൽ നമുക്ക് ആ മാർക്ക് കിട്ടാതെ വരും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഫ്രണ്ട് വ്യൂ എവിടുന്നാണ് തന്നേക്കണേന്ന് നമ്മൾ നോക്കണം. ഫ്രണ്ട് വ്യൂ ഇവിടെ ആരോ കൊടുത്തേക്കുന്നത് ഈ ഭാഗത്താണ്, അതുകൊണ്ട് ഇവിടുത്തെയാണ് ഫ്രണ്ട് വ്യൂ പറഞ്ഞേക്കണേ. ഇനി എന്താ പറയണേ, ലെഫ്റ്റ് ഹാഫ് സെക്ഷൻ എലിവേഷൻ, ലെഫ്റ്റ് ഹാഫ് അതായത് ഇവിടുത്തെ പകുതി ഭാഗം, അതായത് ലെഫ്റ്റ് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഇത് റൈറ്റ് സൈഡും ഇത് ലെഫ്റ്റ് സൈഡാണ്. ഇവിടെ ഒരാൾ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇടത് കൈ ഈ ഭാഗത്ത് വരും, വലത് കൈ ഈ ഭാഗത്ത് വരും അല്ലേ. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഈ ഭാഗം കട്ട് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് നോക്കിയത് അത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നോക്കി, ഞാനിവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഈ റെഡ് ഭാഗം ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ റെഡ് കളറിൽ അടിച്ചിരിക്കുന്ന ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റേണ്ട പീസാണത്. അതായത് ഞാൻ പറഞ്ഞു ഹാഫ് സെക്ഷണൽ വ്യൂ എന്ന് പറഞ്ഞാൽ 1/4 ഭാഗം കട്ട് ചെയ്ത് കളയാണ്. അപ്പൊ ഈ ഭാഗമാണ് കട്ട് ചെയ്ത് കളയേണ്ടത്. ഈ ഭാഗം കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇവിടുന്ന് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇതെങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേക്കണേ, എലിവേഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ അതിന്റെ പ്ലാൻ വരയ്ക്കാം. പ്ലാൻ എങ്ങനെയാ, പ്ലെയിൻ ആയിട്ടുള്ള സാധാരണ പ്ലാനാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അത് എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മൾ കട്ട് ചെയ്യേണ്ട ഭാഗം, നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ അത് നമ്മൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ എന്ത് വരയ്ക്കണം, നമ്മൾ സാധാരണ എല്ലാ ഇതിൽ വരയ്ക്കണ പോലെ XY ലൈൻ വരയ്ക്കും. നമ്മൾ XY ലൈൻ വരച്ചു. ഇനി അതിന്റെ ഫ്രണ്ട് വ്യൂ ഇവിടുന്ന് നമ്മൾ നോക്കുക, എഫ് എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. ഇവിടെയാണ് എഫ്. അപ്പൊ അവിടുന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് കാണാന്നുള്ളത് നമുക്കൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെ കാണും ഈ ലൈനിന്റെ ലെങ്ത് 60. അപ്പൊ ഞാനിവിടെ 60 ലെങ്ത്തിൽ ഞാനിവിടെ ലൈൻ വരച്ചു. ലൈൻ വരച്ചതിന് ശേഷം എന്ത് ചെയ്തു, ഈ ഹൈറ്റ് 30 അപ്പൊ ഈ ഹൈറ്റ് ഞാൻ 30ലേക്ക് സ്ട്രൈറ്റ് ലൈൻ വരച്ചു, 30ലേക്ക് സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഇവിടെ അതുപോലെ തന്നെ 30ലേക്ക് സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ക്ലിയർ ആണല്ലോ? അതായത് ഈ സൈഡ് ഈ ഹൈറ്റ് ഞാൻ 30ലേക്ക് സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഇനി അതിന്റെ മുകളിലുള്ള ഭാഗം ഞാൻ ഒരു ആർക്കാണ്, ഇവിടെ ആർക്ക് കൊടുത്തിട്ടുണ്ട്. എത്രയാണ് അതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 30 കൊടുത്തിട്ടുണ്ട്. R30 എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് 30 പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ലീഡർ ലൈൻ വഴിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തോ ഇതിന്റെ സെന്റർ ഈ 30 സെന്റർ ആയി എടുത്തുകൊണ്ട് ഇതിന്റെ സെന്റർ കട ഇത് 60 ഇവിടുത്തെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 60ന്റെ സെന്റർ 30. ഈ രണ്ട് 30ഉം സെന്റർ ആയി ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റിൽ നിന്ന് 30 റേഡിയസിൽ ഞാൻ ഈ ആർക്ക് വരച്ചു. അപ്പൊ 30 റേഡിയസിൽ നമുക്ക് ആർക്ക് വരയ്ക്കുമ്പോൾ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ഒരു ആർക്ക് കിട്ടി. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത്, ഇനി നമുക്ക് അതിന്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്. ഈ ഒരു ആർക്ക് ഉണ്ട് അല്ലെ, ഉള്ളിലുള്ള ഒരു, അതായത് ഈ ഭാഗം ഇതൊരു കർവ്ഡ് ഭാഗമാണല്ലോ, ഇങ്ങനെ ഒരു കർവ്ഡ് ഭാഗമാണല്ലോ. അപ്പൊ ഇതൊരു കർവ്ഡ് ഭാഗം. അപ്പൊ അതും ഒരു ആർക്കായിട്ടാണ് നിൽക്കുക. അപ്പൊ ആ ഭാഗമാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അതായത് ഉള്ളിലുള്ള ഈ ഭാഗം, അതായത് ഈ ഭാഗം അല്ലെ, ഇത് പുറത്തുള്ള കർവ്ഡ് ആയിട്ടുള്ള ഭാഗം, ഇത് ഉള്ളിലുള്ള കർവ്ഡ് ആയിട്ടുള്ള ഭാഗം. അപ്പൊ ഉള്ളിലുള്ള കർവ്ഡ് ആയിട്ട് ഭാഗം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഞാൻ ഇതിന്റെ ലെങ്ത് എത്രയാണ്, അതിന്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടില്ല. നമ്മൾ എന്താ ചെയ്തേക്കണേ, ഇവിടെ എന്താ പറഞ്ഞേക്കണേ, 10 mm ആണ് ഇതിന്റെ ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 10 mm ആണ് ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഗ്യാപ്പ് 10 mm ആണെങ്കിൽ ഈ സൈഡ് എത്രയായിരിക്കും, ഇതും 10 mm ആയിരിക്കും അല്ലെ. കാരണം ഒരേ ആർക്കല്ലേ, ഒരേ ആർക്കാവുമ്പോൾ ഈ രണ്ട് സൈഡ് എന്തായിരിക്കും, ഇത് 10 ആയിരിക്കും. അപ്പൊ ഇപ്പുറത്തെ സൈഡ് എത്രയായിരിക്കും, 10 ആയിരിക്കും ആ ഗ്യാപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ഈ ഗ്യാപ്പ് 10 ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെയും 10 ആയിരിക്കും. കാരണം ഇത് പാരലായിട്ടാണല്ലോ വന്നേക്കണേ, റേഡിയസ് ആയിട്ടല്ലേ വന്നേക്കണേ. അപ്പൊ വേറെ റേഡിയസ് എടുത്തിട്ടല്ലല്ലോ വരച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇത് 10 ആണ്, അതിന്റെ അപ്പുറത്തും 10 ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? അപ്പൊ രണ്ട് സൈഡിലും ഇതിന്റെ ടോട്ടൽ വിഡ്ത് എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പൊ രണ്ട് സൈഡിൽ ഇവിടെ 10 പോയി, അപ്പുറത്ത് 10 പോയി. അപ്പൊ ടോട്ടൽ എത്ര പോയി, 20 പോയി. 20 പോയി കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെ റേഡിയസ് എത്രയായിരിക്കും, ഇതിന്റെ ഈ ഉള്ളിലുള്ളതിന്റെ 40, സോറി റേഡിയസ് അല്ല, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 40 ആയിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ സെന്റർ പോയിന്റിന് ഇങ്ങോട്ട് 20 എടുത്തു, ഈ സെന്റർ പോയിന്റിന് ഇങ്ങോട്ടും 20 എടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് നമുക്ക് 10 കിട്ടി, ഇവിടുത്തെ ഗ്യാപ്പ് നമുക്ക് 10 കിട്ടി. അപ്പൊ അതേ 10 തന്നെ നമുക്ക് ഇവിടെ മുകളിലും കിട്ടും 10 എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, ഈ ഹൈറ്റ് എത്രയാന്ന് നമ്മൾ പറഞ്ഞു, 30 ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടുത്തെ ഡിസ്റ്റൻസ് നമ്മൾ എത്രയായിട്ട് എടുത്തു, 10 ആയിട്ട് തന്നെ എടുത്തു അല്ലെ. ഇവിടെ 10 ആണ്, അപ്പൊ അടിയിൽ എന്തായി 10 ആയിട്ട് തന്നെ നമ്മൾ എടുത്തു. അപ്പൊ ആ 10
ഇനി നമുക്ക് എത്ര വേണം? 30 ടോട്ടൽ ഉള്ളത്. അപ്പൊ നമുക്ക് എത്ര വേണം? 20 വേണം. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 20 വരെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഈ സെൻട്രൽ ലൈൻ വരെ 20 വരെ ലൈൻ മാർക്ക് ചെയ്ത് വെച്ചു. അതാണ് നമ്മൾ എടുത്തത് അല്ലെ. ആ 20 നമ്മൾ റേഡിയസ് എടുത്തിട്ട് നമ്മളിവിടെ ആർക്ക് വരച്ചു. 20 റേഡിയസ് എടുത്തിട്ട് നമ്മളിവിടെ ആർക്ക് വരച്ചു. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 20 നമുക്ക് കിട്ടി. കാരണം എങ്ങനെ? ഇവിടുന്ന് ഇതിന്റെ ടോട്ടൽ ലെങ്ത് 40. അപ്പൊ 40ന്റെ പകുതി 20. ഇവിടുന്ന്, അതായത് ഇവിടുന്ന് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ 40 നമുക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. ഇനി അപ്പൊ ഈ സെന്ററിൽ നിന്ന് ഇവിടം വരെ എത്രയായിരിക്കും? 20 ആയിരിക്കും. ആ 20 ഈ സെന്റർ പോയിന്റ് എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ആർക്ക് വരച്ചു. ഓക്കെ, ക്ലിയർ ആവണ്ടല്ലോ. ഇനി അതിന്റെ ഉള്ളിലെ വൃത്തത്തിന്റെ, ഈ വൃത്തത്തിന്റെ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? അതിന്റെ ഉള്ളിലുള്ള ഹോളിന്റെ വൃത്തം നമുക്ക് 20 ആയിട്ട് നമ്മൾ എടുത്തേക്കണേ. ഓക്കെ, ഇവിടെ പ്രിന്റിങ്ങിൽ വന്ന മിസ്റ്റേക്ക് ആണ്. അപ്പൊ 20 ആയിട്ടാണ് നമ്മൾ എടുത്തേക്കണേ. അപ്പൊ ആ 20 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? സർക്കിൾ വരച്ചു. ഇവിടെ 20 നമ്മുടെ ഡയമീറ്റർ എടുത്തിട്ട്, അപ്പൊ എത്ര എടുക്കണം? 10 റേഡിയസ് എടുത്തിട്ട് നമ്മൾ സർക്കിൾ വരച്ചു. അപ്പൊ 20 നമുക്ക് എന്ത് കിട്ടും? ഡയമീറ്റർ കിട്ടും. ഓക്കെ, അപ്പൊ ഉള്ളിലുള്ള വൃത്തവും വരച്ചു കഴിഞ്ഞു. എത്ര റേഡിയസ് എടുത്തു? 10 റേഡിയസ് എടുത്തു. കാരണം അതിന്റെ ഡയമീറ്റർ 20 ആയിട്ട് നമ്മൾ എടുത്തേക്കണേ. ഈ 20 ആയിട്ട് നമ്മൾ അതിന്റെ ഇത് എടുത്തു. ഇനി ഓയിൽ ഹോൾ, ഒരു ഓയിൽ ഹോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓയിൽ ഹോൾ 6 mm ഡയമീറ്റർ ഉള്ളത്. അപ്പൊ 6 mm ഡയമീറ്റർ ഈ സെൻട്രൽ ലൈനിൽ നിന്ന് 3 mm ഇങ്ങോട്ടും 3 mm ഇങ്ങോട്ടും എടുത്തിട്ട് നമ്മൾ ഇവിടെ 6 mm ഒരു ഓയിൽ ഹോളും വരച്ചു വെച്ചു. ഇനി ഈ വരച്ച നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, ഇതിനകത്ത് ചില സ്ഥലത്ത് ഡോട്ടഡും ചില സ്ഥലത്ത് സ്ട്രെയിറ്റ് ലൈൻസും, അതായത് സ്ട്രെയിറ്റ് ലൈൻസ് മീൻസ് ഡാർക്ക് ലൈൻസും ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളിവിടെ ഹാഫ് സെക്ഷനിൽ ഈ ചുവന്ന ഭാഗം നമ്മൾ ഒഴിവാക്കി നമ്മൾ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലുള്ള ഈ ഭാഗം, അതായത് ഇപ്പൊ ഈ ഭാഗം, അതായത് ഈ ഭാഗങ്ങൾ ഇതല്ലേ നമുക്ക് കാണണം. ഇവിടുത്തെ ഉള്ളിലുള്ള ഈ ഭാഗം അത് നമുക്ക് കാണുമോ? ഡയറക്റ്റ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ, ഫ്രണ്ട് വ്യൂ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണുമില്ല. അപ്പൊ ആ കാണാത്ത ഭാഗം നമ്മൾ എന്ത് ചെയ്തു? ഡോട്ടഡ് ആയിട്ട് നമ്മൾ വരച്ചു. ഇത് നമുക്ക് ഡയറക്റ്റ് നോക്കിയാൽ കാണൂല, പക്ഷെ അവിടെ നമ്മൾ അതുകൊണ്ട് ഡോട്ടഡ് ആയിട്ട് വരച്ചു. ഇനി ഈ വൃത്തത്തിന്റെ ഈ ഭാഗം അത് നമുക്ക് കാണാൻ പറ്റും ഇല്ലേ? കാണാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ വൃത്തത്തിന് നമ്മൾ ഡോട്ടഡ് അല്ലാതെ നമ്മൾ വരച്ചേക്കുന്നത്. ഡോട്ടഡ് അല്ലാതെയാണ് നമ്മൾ വരച്ചത്, വൃത്തത്തിന് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഈ വൃത്തം വരയ്ക്കേണ്ടത് ഡോട്ടഡ് അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇനി അടുത്തത് ഈ നമ്മുടെ ഓയിൽ ഹോൾ ആണ്. ഓയിൽ ഹോളിന്റെ ഈ ഭാഗം, അതായത് ഈ ലൈൻ, ഇവിടെ നിങ്ങളുടെ വരുന്ന ലൈൻ, ആ ലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കാണാൻ പറ്റും. നമ്മൾ അതിനെ എന്ത് ചെയ്തു? ഡോട്ടഡ് വരച്ചു. ഇനി ഇപ്പുറത്തെ ഭാഗം എന്തുകൊണ്ടാണ് സ്ട്രെയിറ്റ് വരച്ചത്? ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നോക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു ഹോളിന്റെ ആ ഒരു എഡ്ജ് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് അവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ചത്. ഇനി ഇപ്പുറ സൈഡിൽ നോക്കുമ്പോൾ ഉള്ളിലുള്ള ഭാഗം നമ്മൾ ഡാർക്ക് ആയിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഡാർക്ക് ആയിട്ട് വരയ്ക്കാൻ കാരണം? കാരണം ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത്, ഈ ഭാഗം കട്ട് ചെയ്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഈ കർവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് കാണാൻ പറ്റും. അതായത് ഈ കർവ് ഇങ്ങനെ ഇവിടെ താഴെ വരെ ഇങ്ങനെയുള്ളത് നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ട്? അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, അപ്പൊ ഈ ഭാഗം ഈ കട്ട് ചെയ്ത് പോയല്ലോ എന്നുള്ളത് അല്ലെ. അത് കട്ട് ചെയ്ത് പോയി, അതായത് ഫ്രണ്ടിലുള്ള പോർഷന്റെ കട്ട് ചെയ്ത് പോയി. പക്ഷെ അതേ പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? പുറകിലും ഉണ്ട്. ഇവിടെ നമ്മൾക്ക് പുറകിലും ഉണ്ട്. അപ്പൊ ആ പുറകിലുള്ള ഭാഗമാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ആ പുറകിലുള്ള, അതായത് ഇവിടം വരെ ഇത്രയും ഭാഗം എന്ന് പറയുന്നത്, ഈ വരച്ചിരിക്കുന്ന ഇത്രയും ഭാഗം എന്ന് പറയുന്നത് പുറകിലുള്ള ഭാഗവും, ഇവിടുന്ന് തൊട്ട് ഇവിടെ ഫ്രണ്ടിലുള്ള ഇതെന്ന് വരച്ചിരിക്കുന്നത് ഈ മുന്നിൽ കാണുന്ന ഈ ഭാഗമാണ് വരച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ഇത്രയും ഭാഗമാണ് ഈ സൈഡിൽ വരച്ചിരിക്കുന്നത്, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ. കാരണം അത് നമുക്ക് മുന്നിൽ ഭാഗമാണ് നമുക്ക് ഡയറക്റ്റ് കാണുക. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഉള്ളിലുള്ള ഭാഗവും കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ തൊട്ട് പുറകിലുള്ള ഈ ഭാഗവും നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ഭാഗം ഇവിടം തൊട്ട് ഇങ്ങനെ താഴെ വരെയുള്ളതാണ് നമുക്ക് ഈ സൈഡും തൊട്ട് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ഫ്രണ്ട് വ്യൂ ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്? ഒരേ പ്രതലത്തിൽ തന്നെ ഒരേ രീതിയിലാണെന്ന് നമുക്ക് അത് ഫീൽ ചെയ്യുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി നിങ്ങളോട് കാര്യം പറയുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ട് അത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ശരിയായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ ഈ വൃത്തം കൊടുത്തിരിക്കുന്നത് ഡോട്ടഡ് ആയി പോയിട്ടുണ്ട്. പക്ഷെ ഇത് ഈ ഉള്ളിലുള്ള വൃത്തം ഡോട്ടഡ് അല്ല. എങ്ങനെയാണ്? സ്ട്രെയിറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡയമീറ്ററുള്ള വൃത്താണ് നമ്മൾ ഉള്ളിൽ വരയ്ക്കേണ്ടത്. ബാക്കിയെല്ലാം ഈ ലൈനും ഓയിൽ ഹോളിന്റെ ഒരു സൈഡ് ലൈനും ഈ ഭാഗത്തെ ഈ ആർക്കും ഈ ഭാഗത്തെ ഇത് നമുക്ക് എന്ത് ചെയ്യായിട്ട് കാണാൻ പറ്റുള്ളൂ? സ്ട്രെയിറ്റ് ഡയറക്റ്റ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡോട്ടഡ് ലൈനായിട്ടേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഡബിൾ ഹാച്ചിങ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ഹാച്ചിങ് ഇങ്ങോട്ടും ഒരു ഹാച്ചിങ് ഇങ്ങോട്ടും. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. അതായത് ഇത് രണ്ട് മെറ്റീരിയൽ ആണോ എന്നുള്ളതൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒറ്റ ഹാച്ചിങ് കൊടുത്താൽ മതിയാവും.
ക്ലിയർ? രണ്ട് പീസായിട്ട് വരുന്ന ഇത് കാണുമ്പോഴാണ്, ഇതൊരു പീസും ഇതൊരു വേറൊരു പീസുമായിട്ട് വരുമ്പോഴാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഡബിൾ ഹാച്ചിങ് കൊടുക്കുക. ഒന്ന് ഇങ്ങോട്ട് കൊടുക്കുക, ഒന്ന് ഇങ്ങോട്ട്. രണ്ട് ഭാഗങ്ങളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു പീസല്ല, നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ രണ്ട് പീസായിട്ട് കയ്യിൽ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ രണ്ട് ഭാഗത്തേക്ക് കൂടി ഹാച്ചിങ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ ഫിഗർ തെറ്റുണ്ട്, അതിൽ നോക്കിയിട്ട് എന്ത് ചെയ്തത്, നോട്ട്ബുക്കിൽ വരയ്ക്കരുത്. ഈ ഫിഗർ നോക്കിയിട്ട് വരയ്ക്കാവുള്ളൂ. അതിൽ തന്നെ ഞാൻ പറഞ്ഞു, ഈ വൃത്തം പൂർണ്ണ വൃത്തമായിട്ട് വരയ്ക്കുക. അതായത് ഇങ്ങനെ ഡോട്ട് ഇല്ലാതെ ഡോട്ട് ഒഴിവാക്കിയിട്ട് വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ പ്ലാൻ വ്യൂ ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. പ്ലാൻ വ്യൂ വരയ്ക്കാൻ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊജക്ടേഴ്സ് വരയ്ക്കുന്നു. പ്രൊജക്ടേഴ്സ് വരച്ചു. ഇനി നമ്മൾ പ്ലാൻ വ്യൂ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പൊ ഈ പ്ലാൻ വ്യൂ, ഈ പ്രൊജക്ടേഴ്സ് എല്ലാം ഡയറക്റ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വ്യൂ എങ്ങനെ കിട്ടും. ഈ കർവ്ഡ് ഭാഗമാണ് നമ്മൾ മുകളിൽ നോക്കുമ്പോൾ എന്തായിട്ട് കാണുക, റെക്ടാങ്കിൾ ആയിട്ടാണ് കാണുകയുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് റെക്ടാങ്കിൾ ഈ വീതിയിൽ എത്രയാണ്, 80 കിട്ടി. ഇതിന്റെ ഏത് തിക്നെസ് എന്ന് പറഞ്ഞാൽ 10 mm ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ തിക്നെസ് 10 mm കൊടുത്തിട്ടുണ്ട്. നമ്മൾ മോളിൽ നിന്ന് ഇങ്ങനെയാണ് നോക്കുന്നത്. മോളിൽ നോക്കുമ്പോൾ 10 mm കൊടുത്തിട്ടുണ്ട്. എന്ന് പറയുന്നത് 80 ആണ് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഈ കിട്ടുന്ന ഈ ഉള്ളിലുള്ള വൃത്താണ്. നമുക്ക് മോളിൽ നോക്കുമ്പോൾ ഡയറക്റ്റ് ആ വൃത്തം കാണാൻ പറ്റില്ല. നമ്മൾ സെക്ഷണൽ വ്യൂ അല്ല, നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുന്നത്. ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവേണ്ടത്, നേരത്തെ കണ്ട അതേ ഒബ്ജക്റ്റ് ആണ്. അതായത് ഇങ്ങനെ സെക്ഷൻ ഒന്നുമില്ല, അതായത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലാത്ത രീതിയിലാണ് നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉള്ളിലുള്ള ഈ ഹോൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ആ ഉള്ളിലുള്ള ഹോൾ ഡോട്ടഡ് ആയിട്ട് കാണിച്ചു. നമുക്ക് ഓയിൽ ഹോൾ നമ്മുടെ മുകളിലാണുള്ളത്. അത് മുകളിൽ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കാണാം. അപ്പോ 6 mm ഡയമീറ്ററിൽ നമ്മൾ ഓയിൽ ഹോൾ വരച്ചു. ഓയിൽ ഹോൾ വരയ്ക്കുമ്പോൾ സെൻട്രലായിട്ട് വരയ്ക്കുക. അപ്പൊ സെന്റർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എത്രയാണ്, 80 ആണ്. 80ന്റെ ഇവിടുന്ന് ഈ ലൈൻ വരയ്ക്കേണ്ടത് 40 വരയ്ക്കണം. അതായത് ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെ 40 വരച്ചിട്ട് അതിന്റെ സെന്റർ കണക്കാക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓയിൽ ഹോൾ വരയ്ക്കേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് ഓയിൽ ഹോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓയിൽ ഒഴിക്കാൻ വേണ്ടി. ഇതിനകത്ത് ഇത് ബിയറിംഗ് പോലത്തെ ബിയറിംഗ് ആണ് ഈ സാധനം. അപ്പൊ ആ ബിയറിംഗിന് ലൂബ്രിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിനുള്ള ഹോളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്തതിന് എന്താ ചെയ്യേണ്ടത്, അടുത്ത് നമുക്ക് ഇതിന്റെ ഏത് സ്കെയിലാണ് വരച്ചേക്കണെന്നും അതിന്റെ ഡയമെൻഷൻ എങ്ങനെയാണെന്നുള്ള ഓൾ ഡയമെൻഷൻ ആർ mm എന്നുള്ളതും നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് എഴുതി വെക്കുക. അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് നോട്ട്ബുക്കിലേക്ക് വരയ്ക്കണം. നോട്ട്ബുക്കിലേക്ക് വരച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നോട് ചോദിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.